ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ്സ് ലോസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വഴി ഫോമുലേറ്റ് ചെയ്യുന്നത് വഴി എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ സെഷനിൽ ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ്സ് ഏതൊക്കെയാണ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നാഷണൽ ലെവലിൽ ഏതൊക്കെ ലോസ് ആണ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അനലൈസ് ചെയ്യുന്നത്. The management of environmental issues is crucial for sustainable development. Key areas of environmental management include waste management, watershed management, rainwater harvesting, then adherence to international agreements and environmental laws. ഇതിനകത്ത് വേസ്റ്റ് മാനേജ്മെൻറ്റും വാട്ടർഷെഡ് മാനേജ്മെൻറ്റും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനെ കുറിച്ചും നേരത്തെ ഡിസ്കസ് ചെയ്തു. ഈ സെഷനിൽ ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ്സ്, എൻവയോൺമെൻറ്റൽ ലോസ് ഒക്കെ ഫോമുലേറ്റ് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അഡോപ്റ്റ് ചെയ്യുക ഒക്കെ വഴി നമുക്ക് എങ്ങനെ ഈ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെ മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഇതിനെ 2 ഹെഡ്സായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ്സ്, പിന്നെ ഉള്ളത് നാഷണൽ ലെവൽ ലോസ്. അപ്പോൾ ആദ്യമേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റ് ആണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ദ മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഈസ് എ യുണൈറ്റഡ് നേഷൻസ് ട്രീറ്റി. യുണൈറ്റഡ് നേഷൻസിനകത്ത് അംഗരാജ്യങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ തമ്മിൽ ഈ ഓസോൺ ലെയർ ഡിപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്ന, അതിൻ്റെ പ്രൊട്ടക്ഷനും കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എഗ്രിമെൻ്റാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. The Montreal Protocol, finalized in 1987, is a global agreement to protect the stratospheric ozone layer by phasing out the production and consumption of ozone-depleting substances like chlorofluorocarbons. ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിൻ്റെ പ്രൊഡക്ഷൻ, കൺസപ്ഷൻ കുറച്ച് ഓസോൺ ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പർട്ടിക്കുലർ ഒരു എഗ്രിമെൻറ്റിൻ്റെ ഉദ്ദേശം, അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രൈമായിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് ഓസോൺ ലെയർ പ്രൊട്ടക്ഷൻ തന്നെയാണ്. ദ പ്രൈമറി ഗോൾ ഈസ് ടു പ്രിവെൻറ്റ് ഫർദർ ഡാമേജ് ടു ദ ഓസോൺ ലെയർ വിച്ച് ഷീൽഡ് ദ എർത്ത് ഫ്രോം ഹാംഫുൾ അൾട്രാ വയലറ്റ് റേഡിയേഷൻ. ഇനി രണ്ടാമതാണ് ഫേസ് ഔട്ട് ഷെഡ്യൂൾ. ദ പ്രോട്ടോക്കോൾ ഔട്ട്ലൈൻസ് എ ടൈം ലൈൻ ഫോർ ദ ഗ്രാജുവൽ റിഡക്ഷൻ ആൻഡ് ഇവൻച്വൽ എലിമിനേഷൻ ഓഫ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. അപ്പോൾ ഇതിനൊരു ടൈം ലൈന്, ഒരു ടാർഗറ്റ് ഒക്കെ, ഷെഡ്യൂൾ ഒക്കെ ഈ പർട്ടിക്കുലർ പ്രോട്ടോക്കോള് ഫോമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാജ്യങ്ങൾ എത്രമാത്രമാണ് ഈ ഓസോൺ ഡിപ്ലീറ്റിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസസിനെ റിലീസ് ചെയ്യുന്നത്, അത് എത്രമാത്രം കുറയ്ക്കണം, ടാർഗറ്റ്സ് ഒക്കെ ഇതുവഴി സെറ്റ് ചെയ്യുന്നു, സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നു. ഇനിയുള്ളത് അമെൻമെൻറ്റ്സ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രൊവിഷൻസ് ഫോർ റെഗുലർലി അഡ്ജസ്റ്റിംഗ് ദ ട്രീറ്റി ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് ഫൈൻഡിങ്സ് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്. ഇപ്പോൾ 1987 ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്നത്തെ ക്ലൈമറ്റോളജി അല്ലെങ്കിൽ അന്നത്തെ ഓസോൺ ലെയറുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച്, സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ, പബ്ലിക്കേഷൻ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇനീഷ്യലായിട്ട് എത്രമാത്രം ഈ ഫേസ് ഔട്ട് ഷെഡ്യൂള് ഒക്കെ ചെയ്യണം, ഇതിൻ്റെ സ്റ്റാൻഡേർഡ്സ് എങ്ങനെ വരണം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലേറ്ററായിട്ടുള്ള സ്റ്റേജുകളിൽ ടെക്നോളജി അഡ്വാൻസ് ആയിട്ട് വരുമ്പോൾ ഈ ഓസോൺ ലെയർ ഡിപ്ലീഷനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അൾട്രാ ലെവലിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും അതിൻ്റെ ഇൻഫർമേഷനും പബ്ലിഷ്ഡ് ആവും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട്, സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടെക്നോളജിക്കലായിട്ടുള്ള ഇന്നോവേഷൻസിനെ ബേസ് ചെയ്തിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യുക, അമെൻമെൻറ്റ്സ് ഉണ്ടാക്കുക. നേരത്തെ ഉണ്ടാക്കിയ ആ എഗ്രിമെൻറ്റിൽ നിന്ന് ഫർദർ ഓസോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ ഫൈൻഡിങ്സിനെ ബേസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സും അപ്ഡേഷനും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അടുത്തത്. പിന്നെ ഉള്ളത് മൾട്ടിലാറ്ററൽ ഫണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ കുറേയേറെ ഫണ്ടിങ് ആവശ്യമുണ്ട്. എ ഫണ്ട് ടു അസിസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് ഇൻ മീറ്റിംഗ് ദെയർ ഒബ്ലിഗേഷൻസ് അണ്ടർ ദ പ്രോട്ടോക്കോൾ. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിന് ഇതുപോലെയുള്ള ചലഞ്ചസ് ഏറ്റെടുക്കാൻ വിമുഖത കാണും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതിനുള്ള കാരണമെന്ന് പറയുന്നത് അവരുടെ കയ്യിൽ പ്രോപ്പറായിട്ടുള്ള ഫണ്ട് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു കൺസോഷ്യമായിട്ട് ആക്ട് ചെയ്തിട്ട് ഈ ഡെവലപ്പിംഗ് കൺട്രീസിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഗ്ലോബൽ പാർട്ടിസിപ്പേഷനാണ്. ഇത്
എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു മെനസാണ്, ഒരു പ്രശ്നമാണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്നുള്ളത്. അതുകൊണ്ട് ഗ്ലോബൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഇതിനെ ടാക്കിൾ ചെയ്യുന്നതിന് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കണം. ഇനി അടുത്തതാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ, ആൻ ഇൻ്റർനാഷണൽ ട്രീറ്റി ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. The Kyoto Protocol was adopted in Kyoto, Japan on 11th December 1997 and entered into force on 16th February 2005. അപ്പോൾ ക്യോട്ടോ ജപ്പാനിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഉടമ്പടിയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷനുമായിട്ട് ബന്ധപ്പെട്ട്. അതാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് അറിയപ്പെടുന്നത്. അത് ആദ്യമായിട്ട് അഡോപ്റ്റ് ചെയ്തത് 11th December 1997 അത് ഫോഴ്സിലേക്ക് വന്നത് 16th February 2005 അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഗ്രിമെൻ്റാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ. ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകും, കറ്റാസ്ട്രോഫിക് ആയിട്ടുള്ള ക്ലൈമറ്റിക് ചേഞ്ച് ഉണ്ടാക്കും. അപ്പോൾ ആ ഇമ്പാക്റ്റ് തടയാൻ വേണ്ടിയിട്ട്, ആ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ഗ്ലോബൽ എഗ്രിമെൻ്റാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ. The major greenhouse gases that are addressed are carbon dioxide, methane, nitrous oxide, hydrofluorocarbons, then perfluorocarbons and sulfur hexafluoride. ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. എമിഷൻ റിഡക്ഷൻ ടാർഗറ്റ്സ് ആണ് ആദ്യത്തെ. ഡെവലപ്ഡ് കൺട്രീസ് കമ്മിറ്റഡ് ടു റെഡ്യൂസിങ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ബൈ ആൻ ആവറേജ് ഓഫ് 5.2% below 1990 levels during the first commitment period, that is 2008 to 2012. അപ്പോൾ ഡെവലപ്ഡ് കൺട്രീസ് ആണ് ഏറ്റവും കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ നടത്തുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവരുടെ ആ എമിഷൻ റിഡക്ഷന് വേണ്ടിയിട്ട്. അതായത് അവർക്ക് കൃത്യമായിട്ട് ടാർഗറ്റ്സ് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്, അവരുടെ എമിഷൻ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് കുറയ്ക്കണം. ഇനിയുള്ളത് ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസാണ്. നേരത്തെ തന്നെ പറഞ്ഞു, ഡെവലപ്ഡ് കൺട്രീസിനാണ് കൂടുതൽ റെസ്പോൺസിബിലിറ്റി. അവരാണ് കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസിനെ എമിറ്റ് ചെയ്യുന്നതും. അതുപോലെ തന്നെ ഇതുപോലുള്ള ഗ്ലോബലായിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് വരുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, ഫിനാൻഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളതും ഫിനാൻഷ്യലായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഉള്ളതും ഈ രാജ്യങ്ങൾക്കാണ്. അപ്പോൾ അവർക്കാണ് കൂടുതൽ റെസ്പോൺസിബിലിറ്റി വരുന്നത്. പിന്നെയുള്ളത് മോണിറ്ററിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ആണ്. കൺട്രീസ് ആർ റിക്വയർഡ് ടു മോണിറ്റർ, റിപ്പോർട്ട് ആൻഡ് വെരിഫൈ ദെയർ എമിഷൻ ആൻഡ് കംപ്ലയൻസ് വിത്ത് ടാർഗറ്റ്സ്. അപ്പോൾ ഓരോ രാജ്യത്തിനും അസൈൻ ചെയ്തിരിക്കുന്ന ടാർഗറ്റ്സ് അവർ അച്ചീവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ അതിന് റിപ്പോർട്ട്സ് ഉണ്ടാക്കണം. ആ റിപ്പോർട്ട്സ് ഗ്ലോബലായിട്ട് പബ്ലിഷ് ചെയ്യണം. ദെൻ സപ്പോർട്ട് ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ്. ഇതൊരു ഗ്ലോബൽ കൺസോർഷ്യമാണ്. ഡെവലപ്ഡ് കൺട്രീസ് മസ്റ്റ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട് ടു ഡെവലപ്പിംഗ് നേഷൻസ് ടു ഹെൽപ്പ് ദം അഡ്രസ് ദ ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പാക്റ്റ് അസസ് ചെയ്യാനും ആ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാനും ഒരു ഗ്ലോബൽ പാർട്ടിസിപ്പേഷൻ വേണം. ഡെവലപ്പിംഗ് കൺട്രീസ് അൺഡെവലപ്ഡ് കൺട്രീസിന് പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കണം. ഇനി അടുത്തതാണ് ഇൻ്റർ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, IPCC. ഇറ്റ് ഈസ് ദ യുണൈറ്റഡ് നേഷൻസ് ബോഡി ഫോർ അസസിങ് ദ സയൻസ് റിലേറ്റഡ് ടു ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട്, ഫോർ എക്സാമ്പിൾ ഓസോൺ ഡിപ്ലീഷൻ അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്, ദെൻ ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഇൻവെസ്റ്റിഗേറ്ററി വർക്ക് നടക്കുന്നുണ്ട്. സയൻറ്റിഫിക് വർക്ക്, ടെക്നിക്കലായിട്ടുള്ള വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള ഇതിൻ്റെ ഇമ്പാക്റ്റ്, ഇതുപോലുള്ള ഇൻഫർമേഷൻ പല രീതിയിൽ പബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഇൻഫർമേഷനെ കളക്ട് ചെയ്യുക, വേൾഡ് വൈഡായിട്ട് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ എല്ലാം അനലൈസ് ചെയ്യുക. അതിനുശേഷം ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കൃത്യമായിട്ട് ഒരു അനാലിസിസിന് വിധേയമാക്കി ഫൈനൽ ഗ്ലോബൽ ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്, അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും, ഇതുപോലെയൊക്കെയുള്ള ഒരു ഫൈനലായിട്ടുള്ള ഒരു ബ്രീഫിംഗ് നടത്തുക എന്നുള്ളതാണ് ഈ IPCCയുടെ ഒരു ലക്ഷ്യം എന്നുള്ളത്. ദ പാനൽ വാസ് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1988
by the World Meteorological Organization and the United Nations Environmental Program. It reviews and assesses the most recent scientific, technical and socio-economic information produced worldwide to the understanding of climate change. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള സയൻറ്റിഫിക്, ടെക്നിക്കൽ, സോഷ്യോ എക്കണോമിക് ഇൻഫർമേഷനെ അത് അനലൈസ് ചെയ്യുക, അതിനുശേഷം അതിൽ നിന്ന് ഫൈനലായിട്ടുള്ള വേർഡിക്ട്സ്, റെഗുലേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് IPCCയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് റംസാർ കൺവെൻഷൻ. റംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത് ഈ വെറ്റ്ലാൻഡിൻ്റെ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്ലോബലായിട്ടുള്ള എഗ്രിമെൻ്റാണ്, ഒരു കൺസോർഷ്യമാണ്. ദ റംസാർ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് ഈസ് ആൻ intergovernmental treaty adopted on February 2nd, 1971 in the Iranian city of Ramsar. റംസാർ എന്ന് പറയുന്ന ഇറാനിയൻ സിറ്റിയിൽ വെച്ചിട്ട് 1971 പല രാജ്യത്തിൻ്റെ പ്രതിനിധികൾ ഒരുമിച്ച് ചേർന്ന് വെറ്റ്ലാൻഡിൻ്റെ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൺവെൻഷൻ നടത്തി. അതിൽ നിന്ന് കുറേയേറെ ഐഡിയാസ്, വെറ്റ്ലാൻഡിനെ കൺസർവ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ്, ഏത് രീതിയിലാണ് അത് റിസ്ക് നിൽക്കുന്നത്, വൾണറബിലിറ്റി എത്രമാത്രമുണ്ട്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തു. അതിനുശേഷം കുറേയേറെ റെഗുലേഷൻസ് കൊണ്ടുവന്നു. ഇതിനെയാണ് നമ്മൾ കളക്റ്റീവായിട്ട് റംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്. Wetlands are highly productive areas that support a wide variety of plants and animals by providing water and resources essential for their survival. വെറ്റ്ലാൻഡ്സിന് പല രീതിയിലുള്ള റോളുണ്ട്. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനാണ് ആദ്യത്തെ റോളെന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് കറ്റാസ്ട്രോഫ്സിനെ തടയാൻ കേപ്പബിലിറ്റി ഉണ്ട്. ഫ്ലഡിങ്, ഡ്രോട്ട് ഇതുപോലുള്ള സാധനങ്ങൾ ഉണ്ടാകുന്നതിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിൽ വലിയൊരു റോള് വെറ്റ്ലാൻഡ്സിന് ഉണ്ട്. വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത് ഒരു സ്പോഞ്ച് പോലെ ആക്ട് ചെയ്ത് ഗ്രൗണ്ട് വാട്ടറിനെ റീപ്ലനിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ വെറ്റ്ലാൻഡ്സ് പ്രോപ്പറായിട്ട് കൺസേർവ്ഡ് ആയിട്ടില്ലെങ്കിൽ, ഇപ്പം ഹെവി ആയിട്ടുള്ള അർബനൈസേഷനൊക്കെ കൊണ്ട് വെറ്റ്ലാൻഡ്സ് റീപ്ലേസ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഫ്ലഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഡ്രോട്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഉടമ്പടിയാണ് റംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്. കറൻ്റ്ലി there are 172 contracting parties to the convention. Since 1982, India has 85 Ramsar sites of international importance. അതിനകത്ത് കേരളത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അഷ്ടമുടി, ശാസ്താംകോട്ട, വേമ്പനാട്, കോൾ, ഇതാണ് നമ്മുടെ റംസാർ സൈറ്റ്സ്, റംസാർ വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത്. കീ ആസ്പെക്ട്സ് ഓഫ് റംസാർ കൺവെൻഷൻ. വെറ്റ്ലാൻഡ് കൺസർവേഷനെയാണ് ഇത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, വെറ്റ്ലാൻഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊണ്ട്. പിന്നെയുള്ളത് ഡെസിഗ്നേറ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഓഫ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്. ഏറ്റവും കൺസർവേഷൻ ആവശ്യമുള്ള വൾണറബിൾ ആയിട്ടുള്ള വെറ്റ്ലാൻഡ്സ് എക്കോ സിസ്റ്റം ലെവലിൽ, എൻവയോൺമെൻറ്റൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്ലോബലായിട്ടുള്ള വെറ്റ്ലാൻഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് റംസാർ സൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് വലിയൊരു ക്രൂഷ്യലായിട്ടുള്ള ആസ്പെക്റ്റാണ്. പിന്നെ ഉള്ളത് സസ്റ്റൈനബിൾ യൂസാണ്. അതായത് ഏത് തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് നടന്നാലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ്, അപ്പോൾ ഏത് തരത്തിലുള്ള ഡെവലപ്മെൻ്റ് ആണെങ്കിലും സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ വെറ്റ്ലാൻഡിനെ യൂസ് ചെയ്യുക. വെറ്റ്ലാൻഡ് ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് റീപ്ലേസ് ചെയ്യാതെ ഇരിക്കുക. പിന്നെ വെറ്റ്ലാൻഡ്സിനെ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഗ്ലോബൽ ആയിട്ടുള്ള കോർപ്പറേഷൻ വേണം. പല രാജ്യങ്ങളുടെയും ഇൻപുട്ട് അത്യാവശ്യം ആണ്. അപ്പോൾ ഇതൊക്കെയാണ് റംസാർ കൺവെൻഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി കുറച്ച് ടെർമിനോളജിയാണ് ഈ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെ മാനേജ് ചെയ്യുമ്പോൾ ഗ്ലോബലായിട്ട് ഉപയോഗിക്കുന്ന കുറേ ടെർമിനോളജീസാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ആദ്യത്തേതാണ് കാർബൺ ക്രെഡിറ്റ്. It is a virtual certificate associated with the emission of greenhouse gases which cause global warming. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റാണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. എ പെർമിറ്റ് വിച്ച് അലൗസ് എ കൺട്രി ഓർ ഓർഗനൈസേഷൻ ടു പ്രൊഡ്യൂസ് എ സർട്ടൻ എമൗണ്ട് ഓഫ് കാർബൺ എമിഷൻസ് ആൻഡ് വിച്ച് ക്യാൻ ബി ട്രേഡഡ് ഇഫ് ദ ഫുൾ അലവൻസ് ഈസ് നോട്ട് യൂസ്ഡ്. ഓരോ രാജ്യങ്ങളും അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെയും എമിഷനെ ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് വെച്ചിരിക്കുകയാണ്. അതായത് ഇത്രമാത്രം എമിഷൻ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ആ രീതിയിൽ, നിങ്ങളുടെ എൻവയോൺമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ.
ഇതിൽ കൂടുതൽ ആയിക്കഴിഞ്ഞാൽ അത് കാറ്റാസ്ട്രോഫിക് ആയിട്ടുള്ള ഇമ്പാക്ട്സ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഒരു അലവൻസ് കൊടുത്തിരിക്കുകയാണ് ഗ്ലോബലായിട്ട്. ഓരോ നേഷൻസിനും അലവൻസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ അലവൻസ് എൻ്റെ റേഞ്ചിനുള്ളിൽ പാർട്ടീസിന്, അതായത് കൺട്രീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷന് അവർക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻ നടത്താൻ സാധിക്കും. അതിന് മേളിൽ പോയി കഴിഞ്ഞാൽ, അതിൻ്റെ ലിമിറ്റിൻ്റെ മേളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെനാൽറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്ന വെർച്വൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റാണ് കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ ഓരോരുത്തർക്കും ഒരു സർട്ടൻ റേഞ്ച് വെച്ചിരിക്കുകയാണ് എൻവയോൺമെൻറ്റിനെ ബേസ് ചെയ്തിട്ട്. അവർ ഏത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നേഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന എൻവയോൺമെൻറ്റിൻ്റെ പാരാമീറ്റേഴ്സ്, ഫീച്ചേഴ്സ്, ഡൈനാമിക്സിനെ അനുസരിച്ചിട്ട് അവർക്ക് ഒരു ലിമിറ്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ലിമിറ്റിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്നത്. യൂസ് ഓഫ് എ മാർക്കറ്റ് പ്ലേസ് ടു ബൈ ആൻഡ് സെൽ ക്രെഡിറ്റ്സ് ദാറ്റ് അലോ കമ്പനീസ് ഓർ അതർ പാർട്ടീസ് ടു എമിറ്റ് എ സർട്ടൻ എമൗണ്ട് ഓഫ് carbon dioxide. Carbon trade agreements allow for the sale of carbon credits in order to reduce total emission. ഇപ്പോൾ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാർബൺ ക്രെഡിറ്റിനെ പരസ്പരം ട്രേഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ഇപ്പോൾ മനസ്സിലായി കാണത്തില്ല. അപ്പോൾ അതൊരു എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 കമ്പനീസ്, ഓർഗനൈസേഷൻസ് ഉണ്ട്, എൻ്റർപ്രൈസ് എ ആൻഡ് എൻ്റർപ്രൈസ് ബി. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റർപ്രൈസ് എയുടെ എമിഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അവരുടെ ആ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ആ ലിമിറ്റാണ് ഈ പർട്ടിക്കുലർ ലൈൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ലിമിറ്റിനുള്ളിൽ മാത്രമാണ് അവർ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ നടത്തുന്നത്. പക്ഷേ എൻ്റർപ്രൈസ് ബി നോക്കുകയാണെങ്കിൽ അവിടെ എമിഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ ആ പർട്ടിക്കുലർ ലിമിറ്റിൻ്റെ മുകളിലായി പോയത് കൊണ്ട് ലീഗലി അവർക്ക് പീനലൈസ്ഡ് ആകുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റർപ്രൈസ് എയ്ക്ക് യൂസ് ചെയ്യാത്ത കാർബൺ ക്രെഡിറ്റ് ഉണ്ട്. ആ കാർബൺ ക്രെഡിറ്റ് അവർക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എൻ്റർപ്രൈസ് എ അവരുടെ എക്സസീവായിട്ടുള്ള കാർബൺ ക്രെഡിറ്റ് എൻ്റർപ്രൈസ് ബിക്ക് സെല്ല് ചെയ്യുന്നു. എൻ്റർപ്രൈസ് ബി എൻ്റർപ്രൈസ് എയിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള പെർമിറ്റ്സ് വേണ്ട ആ റേഞ്ച് അവർ പർച്ചേസ് ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ ഇതുവഴി ആ എമിഷൻ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതാണ് കാർബൺ സീക്വസ്ട്രേഷൻ എന്നുള്ളത്. കാർബൺ സീക്വസ്ട്രേഷൻ ഈസ് ദ ക്യാപ്ചർ ആൻഡ് സ്റ്റോറേജ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് അതർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ദാറ്റ് വുഡ് അതർവൈസ് ബി എമിറ്റഡ് ടു ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യുന്നതിന് തടയാൻ വേണ്ടിയിട്ട് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ, കാർബൺ ഡയോക്സൈഡ് പോലെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ ക്യാപ്ചർ ചെയ്യുക, സ്റ്റോർ ചെയ്യുക, ഇതുപോലുള്ള മെത്തേഡ്സിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ടേമാണ് കാർബൺ സീക്വസ്ട്രേഷൻ എന്ന് പറയുന്നത്. സീക്വസ്ട്രേഷൻ സക്സ് അപ്പ് കാർബൺ ഫ്രോം ദ അറ്റ്മോസ്ഫിയർ ആൻഡ് സ്റ്റോഴ്സ് ഇൻ കാർബൺ സിങ്ക്സ് ഓർ റിസർവോയേഴ്സ്. ഇപ്പോൾ കാർബൺ സിങ്ക്സ് എന്ന് പറയുന്നത് സോയിലായിട്ട് ആക്ട് ചെയ്യാം, ദെൻ ഫോറസ്റ്റ് ആക്ട് ചെയ്യാം. അഗ്രികൾച്ചറലായിട്ടുള്ള പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്യുന്നത് കൊണ്ടും കാർബണിനെ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. Sequestration has the capacity to reduce global warming through reduction in the quantity of carbon in the atmosphere. അപ്പോൾ ഈ സീക്വസ്ട്രേഷൻ നടത്തുന്നുണ്ട് സിങ്കുകളിലേക്ക്, നാച്ചുറൽ ആയിട്ടുള്ള റിസർവോയേഴ്സിലേക്ക് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് കാർബണിൻ്റെ എമൗണ്ട്, കാർബൺ ഡയോക്സൈഡിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ഒക്കെ എമൗണ്ട് അറ്റ്മോസ്ഫിയറിൽ വളരെയധികം കുറയും, ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാൻ സാധിക്കും. 3 forms of carbon sequestration are recognized in India as per provisions of Energy Policy Act 2005. They are geologic, forest and agricultural sequestration. 3 മെത്തേഡ്സ് ആണ് ഇന്ത്യ എംപ്ലോയ് ചെയ്യുന്നത്: ജിയോളജിക്, ദെൻ ഫോറസ്റ്റ് ആൻഡ് അഗ്രികൾച്ചറൽ സീക്വസ്ട്രേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോറസ്റ്റ് ഫ്ലറിഷ് ചെയ്യുവാണെങ്കിൽ, എഫോറസ്റ്റേഷൻ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നല്ല രീതിയിൽ നല്ല ക്വാണ്ടിറ്റി, നല്ല ശതമാനം ഫോറസ്റ്റ് ഉണ്ടെങ്കിൽ ഈ കാർബണിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഫോറസ്റ്റിന് പറ്റും. കാർബൺ ഡയോക്സൈഡ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ കാർബണിൻ്റെ തോത് അറ്റ്മോസ്ഫിയറിൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും, എക്സസീവായിട്ട് പോകുന്നതിനെ തടയാൻ സാധിക്കും. ഇതാണ് കാർബൺ സീക്വസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്താണ് കാർബൺ ഫുട് പ്രിൻറ്റ്. കാർബൺ ഫുട് പ്രിൻറ്റ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ദാറ്റ് ആർ ജനറേറ്റഡ് ബൈ അവർ ആക്ഷൻസ്. ഇപ്പം നമ്മുടെ ആക്ഷൻസിൻ്റെ ഫലമായിട്ട് സിസ്റ്റംസിലേക്ക് റിലീസ് ചെയ്യുന്ന കാർബൺ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ
എമൗണ്ടിനെയാണ്, ടോട്ടൽ എമൗണ്ടിനെയാണ് കാർബൺ ഫുട് പ്രിൻറ്റ് എന്ന് പറയുന്നത്. The average carbon footprint for a person in the United States is 16 tons, one of the highest rates in the world. Globally, the average carbon footprint is closer to 4 tons. To have a best chance of avoiding at 2 degree Celsius rise in the global temperatures, the average global carbon footprint per year needs to drop to under 2 tons by 2050. ഇപ്പോൾ നമ്മളൊരു അലാമിംഗ് റേറ്റിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാർബൺ ഫുട് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലോബലി 4 ടൺസ് ആണ്. അത് 2050 ആകുമ്പോഴേക്കിന് നമ്മൾ 2 ടൺസായിട്ട് കുറയ്ക്കണം. എന്നാലേ ഉള്ളൂ ഗ്ലോബലായിട്ടുള്ള ടെമ്പറേച്ചറിനുണ്ടാകുന്ന 2 ഡിഗ്രി റൈസിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കത്തുള്ളൂ. ഈ 2 ഡിഗ്രി റൈസ് എന്ന് പറയുന്നത് ഹെവി ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും, ഗ്ലോബലി കാറ്റാസ്ട്രോഫ്സിന് കാരണമാകും. അപ്പോൾ കാർബൺ ഫുട് പ്രിൻറ്റ് അനലൈസ് ചെയ്യുന്നതുകൊണ്ട്, അസസ് ചെയ്യുന്നതുകൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ ടാർഗറ്റ്സ് എന്താണ്, നമ്മൾ ഏത് രീതിയിലാണ് അച്ചീവ് ചെയ്യേണ്ടത്, എമിഷൻ ഏതൊക്കെ രീതിയിൽ കുറയ്ക്കണം, ഇൻഡിവിജ്വൽസ് എത്രമാത്രം ആണ് ഇതുപോലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ എമിറ്റ് ചെയ്യപ്പെടേണ്ടത്, അത് ഏതൊക്കെ രീതിയിൽ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എമിഷൻ കുറയ്ക്കാൻ സാധിക്കും, ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ കിട്ടുമെന്നുള്ളതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ ഫോമുലേറ്റ് ചെയ്തിരിക്കുന്ന കുറേ എൻവയോൺമെൻറ്റൽ ലോസും അതിൻ്റെ ഫീച്ചേഴ്സുമാണ്. അപ്പോൾ ആദ്യത്തേതാണ് ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു വൈൽഡ് ആനിമൽസ്, ബേർഡ്സ് ആൻഡ് പ്ലാന്റ്സ്. വൈൽഡ് ആനിമൽസിൻ്റെ കൺസർവേഷൻ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്റ്റാണ്. ഇറ്റ് എൻഷുവേഴ്സ് എക്കോളജിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ. ഇതിനകത്ത് 6 ഷെഡ്യൂൾസ് ഉണ്ട് വിച്ച് ഗീവ് വേരിയിങ് ഡിഗ്രി ഓഫ് പ്രൊട്ടക്ഷൻ. സെറ്റ് അപ്പ് പ്രൊവിഷൻസ് ഫോർ പെനാൽറ്റീസ് ഫോർ ട്രേഡ് ആൻഡ് ഹണ്ടിങ് വൈൽഡ് ലൈഫ് ആനിമൽസ്. ഇപ്പം വൈൽഡ് ആനിമൽസിൻ്റെ ഹണ്ടിങ്ങും അതുപോലെ തന്നെ ട്രേഡും അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് പീനൽ ആക്ഷൻസ് ഈ ലോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഡിക്ലറേഷൻ ഓഫ് നാഷണൽ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. ഇറ്റ് ഈസ് അനദർ ഫീച്ചർ ഓഫ് ദിസ് പർട്ടിക്കുലർ ആക്ട്. അപ്പോൾ നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് എന്ന് പറയുന്നത് ഇൻസിറ്റു കൺസർവേഷൻ്റെ മെത്തേഡ്സ് ആണ്. ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് ഓർഗാനിസംസിനെ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ കൺസർവ് ചെയ്യുന്ന മെത്തേഡ്സാണ്. ഇറ്റ് എസ്റ്റാബ്ലിഷസ് സ്ട്രക്ചേഴ്സ് സ്റ്റേറ്റ്സ് വൈൽഡ് ലൈഫ് മാനേജ്മെൻറ്റ്, അതായത് സ്ട്രക്ചർ ഫോർ സ്റ്റേറ്റ്സ് വൈൽഡ് ലൈഫ് മാനേജ്മെൻറ്റ്. ഓരോ സംസ്ഥാനത്തെയും വൈൽഡ് ലൈഫ് മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ഫ്രെയിം വർക്ക് ഈ പർട്ടിക്കുലർ ലോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേജറായിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് പറയുന്നത് വൈൽഡ് ലൈഫിൻ്റെ നമ്പർ കുറയാതിരിക്കുക, എക്സ്റ്റിങ്ഷനിലേക്ക് ഓർഗാനിസംസ് പോകാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം എക്സ്റ്റിങ്ഷന് കാരണമാകുന്നൊരു മെത്തേഡാണ് ഹണ്ടിങ് ആൻഡ് പോച്ചിങ്. അപ്പോൾ അതിനെ പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള റൂൾസും റെഗുലേഷൻസും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. 2002 ഇത് അമെൻമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, മോഡിഫിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്. സ്ട്രിക്റ്റ് റൂൾസാണ്. പ്രിവെൻറ്റ്സ് കൊമേഴ്ഷ്യൽ യൂസ് ഓഫ് വൈൽഡ് ലൈഫ് റിസോഴ്സസ് ബൈ ഈവൻ ലോക്കൽ പീപ്പിൾ. ലോക്കൽ ഇൻഡിജിനസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഈ വൈൽഡ് ലൈഫിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഓൺ സർവൈവലിന് വേണ്ടിയിട്ട് വൈൽഡ് ലൈഫ് റിസോഴ്സസിനെ അവർക്ക് ഉപയോഗിക്കാം. പക്ഷേ അത് കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നതിനെ ഈ ലോ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയുള്ളതാണ് വാട്ടർ ആക്ട് 1974. The Water Act 1974 was enacted to prevent and control water pollution in India and ensure the maintenance and restoration of water quality. വാട്ടർ ക്വാണ്ടിറ്റി വൈസും ക്വാളിറ്റി വൈസും പ്യൂർ ആക്കാൻ വേണ്ടിയിട്ട്, കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ആക്റ്റാണ് വാട്ടർ ആക്ട് 1974 എന്ന് പറയുന്നത്. അതായത് സാനിറ്റേഷൻ പ്രശ്നങ്ങൾ, വാട്ടർ ക്വാളിറ്റി പ്രശ്നങ്ങൾ വളരെയധികം അലട്ടുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം ഇന്ത്യ. അപ്പോൾ ഇങ്ങനെ ഒരു ലോ റെഗുലേഷൻ വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രോപ്പറായിട്ട് വാട്ടറിൻ്റെ ആ ക്വാണ്ടിറ്റിയും ആ ക്വാളിറ്റിയും പ്രിസർവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇറ്റ് എസ്റ്റാബ്ലിഷസ് ലീഗൽ ഫ്രെയിം വർക്ക്സ് ഫോർ അഡ്രസ്സിങ് വാട്ടർ പൊല്യൂഷൻ ഇഷ്യൂസ് ആൻഡ് കൺസർവിങ് വാട്ടർ റിസോഴ്സസ് ഫോർ പബ്ലിക് ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു പ്രിവെൻറ്റ് ആൻഡ് കൺട്രോൾ വാട്ടർ പൊല്യൂഷൻ. വാട്ടറിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്ന മെയിൻ മെത്തേഡാണ് വാട്ടർ പൊല്യൂഷൻ. അപ്പോൾ മാൻമെയ്ഡ് ആക്ടിവിറ്റിയാണ് ഇതിന് കാരണം. അപ്പോൾ വാട്ടർ പൊല്യൂഷന് കാരണമാകുന്ന നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സ് അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക.
അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള എമിഷൻ, സൂവേജ് പ്രൊഡക്ഷൻ ഒക്കെ കൃത്യമായിട്ട് കുറയ്ക്കുക, റെഗുലേറ്റ് ചെയ്യുക. പിന്നെ റീസൈക്കിൾ ചെയ്യാനും പ്യൂരിഫൈ ചെയ്യാനും വേണ്ടിയിട്ട് പലതരത്തിലുള്ള മെത്തേഡ്സ് ഉപയോഗിക്കാം. ടു മെയിൻറ്റെയിൻ ഓർ റിസ്റ്റോർ ദ ഹോൾസംനെസ് ഓഫ് വാട്ടറിനെ ക്വാണ്ടിറ്റി വൈസും ക്വാളിറ്റി വൈസും പ്രിസർവ് ചെയ്യുക. ടു എസ്റ്റാബ്ലിഷ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സ് ഒക്കെ വന്നത്. അപ്പോൾ അവരുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടാണ് വാട്ടറിൻ്റെ ക്വാളിറ്റി നമ്മുടെ രാജ്യത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് പ്രൊഹിബിറ്റ്സ് ദ ഡിസ്ചാർജ് ഓഫ് പൊല്യൂട്ടൻസ് ഇൻ ടു വാട്ടർ ബോഡീസ് ബിയോണ്ട് ദ പ്രിസ്ക്രൈബ്ഡ് സ്റ്റാൻഡേർഡ്സ്. അപ്പം പൊല്യൂട്ടൻസ് ഉണ്ടാകാതിരിക്കുക, കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ പൊല്യൂട്ടൻസ് ഉണ്ടാവും, പക്ഷേ അതിന് ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ലിമിറ്റ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ വെക്കുക. അപ്പോൾ അതിൽ കൂടുതൽ ഡിസ്ചാർജ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിനലൈസ് ചെയ്യുക. സെറ്റപ്പ് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സ് ടു സെറ്റ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് അഡ്വൈസ് ഗവൺമെൻറ്റ്സ്. അപ്പോൾ ഗവൺമെൻറ്റ്സിനെ അഡ്വൈസ് ചെയ്യാനും സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്റ്റേറ്റായിട്ടും സെൻട്രലായിട്ടും ഉള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സിനെ ഡിവൈസ് ചെയ്യുക. ഇമ്പോസസ് സ്ട്രിക്റ്റ് പെനാൽറ്റീസ് ഫോർ നോൺ കംപ്ലയൻസ് ഇൻക്ലൂഡിങ് ഫൈൻസ് ആൻഡ് ഇംപ്രിസൺമെൻറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് ആരെങ്കിലും വ്യതിചലിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഏജൻസീസിനെയും ഇൻഡിവിജ്വൽസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുക, അവർക്ക് ഫൈൻസും പെനാൽറ്റീസും ഇംപ്രിസൺമെൻറ്റും ഒക്കെ കൊടുക്കുക. ഇൻഡസ്ട്രീസ് മസ്റ്റ് ഒബ്റ്റെയിൻ കൺസെൻറ്റ് ബിഫോർ ഡിസ്ചാർജിങ് എഫ്ലുവൻസ് ഇൻ ടു വാട്ടർ ബോഡീസ്. അപ്പോൾ പലതരത്തിലുള്ള വേസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടാകുന്നുണ്ട്, സോളിഡ് മെറ്റീരിയലും ലിക്വിഡ് മെറ്റീരിയലും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അത് വാട്ടർ ബോഡിയിലേക്കാണ് ഡിസ്ചാർജ് ചെയ്യുന്നതെങ്കിൽ അതിന് മുമ്പായിട്ട് ആ ലിമിറ്റിലാണോ എന്നുള്ളത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒക്കെ തീരുമാനിക്കും. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഒരു പെർമിഷൻ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ എഫ്ലുവൻസിനെ വാട്ടർ ബോഡീസിലേക്ക് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇറ്റ് എൻകറേജസ് പബ്ലിക് ഇൻവോൾവ്മെൻറ്റ് ഇൻ വാട്ടർ കൺസർവേഷൻ എഫേർട്സ്. അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് വളരെ പ്രീഷ്യസ് ആണ്. അപ്പോൾ അതിൻ്റെ ഉപയോഗം നമ്മൾ റെഗുലേറ്റ് ചെയ്ത് ഉപയോഗിക്കണം. നമ്മൾ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള രീതിയിൽ, വളരെ എക്സ്ട്രാവാഗൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഇതിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഡിപ്ലീറ്റഡ് ആയി പോവും എന്നുള്ള ഒരു അവെയർനെസ് എന്ന് പറയുന്നത് പബ്ലിക്കിന് കൊടുക്കുക. പിന്നെ ഇൻറ്റൻഷനൽ ആയിട്ടുള്ള പൊല്യൂഷൻ ഒക്കെ പബ്ലിക്കിൻ്റെ സൈഡിൽ നിന്ന് ഒഴിവാക്കുക. ഇനിയുള്ളതാണ് ഫോറസ്റ്റ് ആക്ട് 1980. ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 ഈസ് എ കീ ലെജിസ്ലേഷൻ ഇനാക്റ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു റെഡ്യൂസ് ഡീഫോറസ്റ്റേഷൻ. അപ്പോൾ ഡീഫോറസ്റ്റേഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്റ്റാണ് 1980 ഫോറസ്റ്റ് ആക്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു പ്രിവെൻറ്റ് ഡീഫോറസ്റ്റേഷൻ ആൻഡ് എൻഷുർ ദ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. ടു റെഗുലേറ്റ് ദ ഡൈവേർഷൻ ഓഫ് ഫോറസ്റ്റ് ലാൻഡ് ഫോർ നോൺ ഫോറസ്റ്റ് പർപ്പസസ് സച്ച് ആസ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ്. അതായത് ഇൻഡസ്ട്രിയലൈസേഷന് വേണ്ടിയിട്ടും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടും ഈ ഫോറസ്റ്റ് ലാൻഡിനെ കൺവേർട്ട് ചെയ്യുന്നതിനെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുക, അതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെക്കുക. ടു മെയിൻറ്റെയിൻ എക്കോളജിക്കൽ ബാലൻസ് ആൻഡ് പ്രൊട്ടക്റ്റ് ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള എക്കോസിസ്റ്റംസ് ആണ്. അപ്പോൾ അതിനെ കൺസർവ് ചെയ്യുന്നത് ബയോഡൈവേഴ്സിറ്റിയെ കൺസർവ് ചെയ്യുന്നതിന് തുല്യമാണ്. ടു എൻഷുർ സസ്റ്റൈനബിൾ യൂസ് ഓഫ് ഫോറസ്റ്റ് റിസോഴ്സസ് വൈൽ കൺസർവിങ് ദം ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊഹിബിറ്റ്സ് ദ യൂസ് ഓഫ് ഫോറസ്റ്റ് ലാൻഡ് ഫോർ നോൺ ഫോറസ്റ്റ് പർപ്പസസ് വിത്തൗട്ട് പ്രയർ അപ്രൂവൽ ഫ്രം ദ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഇല്ലാതെ ഒരിക്കലും ഫോറസ്റ്റ് ലാൻഡിനെ മറ്റുള്ള നോൺ ഫോറസ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മോണിറ്റേഴ്സ് ആൻഡ് കൺട്രോൾസ് ആക്ടിവിറ്റീസ് ലീഡിംഗ് ടു ദ ഡിഫോറസ്റ്റേഷൻ ആൻഡ് ഫോറസ്റ്റ് degradation. Encourages compensatory afforestation to restore ecological balance when forest land is diverted. ഇപ്പോൾ നോൺ ഫോറസ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഫോറസ്റ്റ് ലാൻഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ എഫോറസ്റ്റേഷൻ, അതായത് ഫോറസ്റ്റ് പ്ലാന്റിങ്, ട്രീ പ്ലാന്റിങ് പ്രോസസ്സുകളെ പ്രൊമോട്ട് ചെയ്യുക. പബ്ലിഷസ് എ ഫ്രെയിംവർക്ക് ഫോർ ലീഗൽ ആക്ഷൻസ് അഗെയിൻസ്റ്റ് അൺഓത്തറൈസ്ഡ് യൂസ് ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറസ്റ്റ് ലാൻഡ്. ഇപ്പോൾ ലീഗലായിട്ടുള്ള ആക്ഷൻസ് ഡീഫോറസ്റ്റേഷൻ ചെയ്യുന്ന ഏജൻസീസ് ഇൻഡിവിജ്വൽസിൻ്റെ ഇടയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. പ്രൊവൈഡ്സ് ഗൈഡ് ലൈൻസ് ഫോർ ഫോറസ്റ്റ് കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ്. ഇത് 1982 റിവൈസ് ചെയ്തു. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു പ്രൊട്ടക്റ്റ് ആൻഡ് കൺസർവ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ബൈ കൺട്രോളിങ് അൺഓതറൈസ്ഡ് ആക്ടിവിറ്റീസ് ലൈക്ക് ഇല്ലീഗൽ ലോഗിങ്, പോച്ചിങ് ആൻഡ് എൻക്രോച്ച്മെൻറ്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റിന് ഹാം ഉണ്ടാകുന്ന ആക്ടിവിറ്റീസാണ് ഇല്ലീഗലായിട്ടുള്ള ടിമ്പർ കട്ടിങ്, പിന്നെ ഉള്ളത് പോച്ചിങ്, പിന്നെ എൻക്രോച്ച്മെൻറ്റ്. അപ്പോൾ ഇതെല്ലാം
ലീഗൽ ആക്ഷൻസ് എടുത്ത് വൈൽഡ് ലൈഫിനെ കൺസർവ് ചെയ്യുക. ടു എൻഷുർ സസ്റ്റൈനബിൾ യൂസ് ആൻഡ് prevent over exploitation of forest products like timber, firewood and medicinal plants. Conservation of biodiversity within forest areas by setting aside protected areas such as reserved forest, protected forest and village forest. അപ്പോൾ പല പ്രൊട്ടക്റ്റഡ് ഷെഡ്യൂളിനകത്ത് ഫോറസ്റ്റിനെ ഇൻക്ലൂഡ് ചെയ്യുക. റിസർവ്ഡ് ഫോറസ്റ്റ്, പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്, വില്ലേജ് ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഷെഡ്യൂളുകളിൽ മാറ്റുക. അതിനനുസരിച്ചിട്ട് അവർക്ക് ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുക. ടു പ്രിവെൻറ്റ് ദ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ലാൻഡ് ഇൻ ടു നോൺ ഫോറസ്റ്റ് ലാൻഡ് ഫോർ ആക്ടിവിറ്റീസ് ലൈക്ക് അഗ്രികൾച്ചർ, മൈനിങ് ഓർ അർബൻ ഡെവലപ്മെൻറ്റ്. മെയിനായിട്ടും ഇത് ഫോക്കസ് ചെയ്യുന്നത് ഫോറസ്റ്റ് ലാൻഡിനെ ഡീഫോറസ്റ്റേഷൻ നടത്തി നോൺ ഫോറസ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനെ തടയുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫങ്ഷൻ. ഇതിനകത്ത് തന്നെ മെയിനായിട്ട് പല ഷെഡ്യൂളുകളിലായിട്ട് ഫോറസ്റ്റുകളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോറസ്റ്റ് ലാൻഡ് യൂസിനെ റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോറസ്റ്റ് പ്രോഡക്ട്സ്, ആ പ്രോഡക്ട്സിൻ്റെ സെയില്, മാർക്കറ്റിങ്, ഇതിനെയൊക്കെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ഫോറസ്റ്റ് പ്രൊഡക്റ്റിനെയും നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ദെൻ അത് മാർക്കറ്റിലേക്ക് വരുന്നത് ഈ വനം വകുപ്പിൻ്റെയൊക്കെ സ്റ്റോളുകളിലൂടെ മാത്രം ആയിരിക്കും, ആ ഏജൻസി ത്രൂവിൽ ആയിരിക്കും. പിന്നെ ഉള്ളത് ഫോറസ്റ്റിനെ കൃത്യമായിട്ട് കൺസർവ് ചെയ്യുക, മാനേജ് ചെയ്യുക, ഫോറസ്റ്റ് ഒഫൻസസിനെ പ്രിവെൻറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ലീഗലായിട്ടുള്ള ആക്ഷൻസ് ഒക്കെ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിറ്റിക്ക് അവയർനെസ് കൊടുക്കുക, എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് അനദർ ഫങ്ഷനാണ്. ഇനിയുള്ളതാണ് എയർ ആക്ട് 1981. ഇറ്റ് വാസ് ഇനാക്റ്റഡ് ടു പ്രിവെൻറ്റ്, കൺട്രോൾ ആൻഡ് റിഡ്യൂസ് എയർ പൊല്യൂഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആക്ട് കൊണ്ടുവന്നത്. ഇൻഡസ്ട്രിയലൈസേഷൻ്റെ പ്രൊഡക്റ്റാണ് ഈ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പലതരത്തിലുള്ള ഹാംസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് 1981 എയർ ആക്ട് ഉണ്ടായത്. ഒബ്ജക്റ്റീവ്സ്: ടു പ്രിവെൻറ്റ്, കൺട്രോൾ ആൻഡ് റെഡ്യൂസ് എയർ പൊല്യൂഷൻ, ടു എൻഷുർ ദ പ്രിസർവേഷൻ ഓഫ് എയർ ക്വാളിറ്റി ബൈ റെഗുലേറ്റിംഗ് എമിഷൻസ് ഫ്രം വേരിയസ് സോഴ്സസ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട്, ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാകുന്ന എയർ പൊല്യൂഷൻ, അതിൻ്റെ തോത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള, എയർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ്. ടു എസ്റ്റാബ്ലിഷ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സ് ഫോർ മോണിറ്ററിങ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഈ പറഞ്ഞ എയർ ആക്ടിൻ്റെ പരിധിയിലാണ്. മോർ പബ്ലിക് അവയർനെസ് ആൻഡ് കംപ്ലയൻസ് വിത്ത് എയർ പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ്. അപ്പോൾ ഇതെല്ലാം സാധ്യമാണെങ്കിൽ പബ്ലിക്കിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഫങ്ഷൻ എന്ന് പറയുന്നത്. ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. സെറ്റ് സ്റ്റാൻഡേർഡ്സ് ഫോർ എമിഷൻസ് ഫ്രോം ഇൻഡസ്ട്രീസ്, വെഹിക്കിൾസ് ആൻഡ് അതർ സോഴ്സസ്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, വെഹിക്കിൾസിൽ ഈ പറഞ്ഞ BS എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. BS1, BS2, BS4, 6 എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഇത് എമിറ്റ് ചെയ്യുന്ന അറ്റ്മോസ്ഫറിക് പൊല്യൂട്ടൻസ്, എയർ പൊല്യൂട്ടൻസിൻ്റെ തോത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് അത്. അപ്പോൾ അങ്ങനെയുള്ള വെഹിക്കിൾസ് അല്ലെങ്കിൽ ആ വെഹിക്കിൾസ് ഒരിക്കലും പബ്ലിക്കിലേക്ക് വരാൻ പാടില്ല, അത് പർച്ചേസിന് അവൈലബിൾ ആകാൻ പാടില്ല. അപ്പോൾ ഒരു വെഹിക്കിള് മാർക്കറ്റിലേക്ക് വരുന്നതിന് മുമ്പ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സിൻ്റെ സ്റ്റാൻഡേർഡ്സ് അത് മീറ്റപ്പ് ചെയ്തിരിക്കണം, എമിഷൻ മീറ്റപ്പ് ചെയ്തിരിക്കണം. ഇതേപോലെ തന്നെയാണ് ഇൻഡസ്ട്രീസിൻ്റെ എല്ലാം കേസിൽ. ഒരു ഫാക്ടറിയൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതിന് എമിഷൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇതിൽ ഉൾപ്പെടുന്നില്ല, അതിലേക്കാളും കൂടുതലാണ് എമിഷൻ എങ്കിൽ ഒരിക്കലും ആ ഫാക്ടറി റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കിട്ടത്തില്ല. എംപവേഴ്സ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സ് ടു അസസ് ആൻഡ് മോണിറ്റർ എയർ ക്വാളിറ്റി റെഗുലർലി. റിക്വയർസ് ഇൻഡസ്ട്രീസ് ടു ഒബ്റ്റെയിൻ കൺസെൻറ്റ് ബിഫോർ ഓപ്പറേറ്റിംഗ് ഇൻ എ വേ ദാറ്റ് ഇമ്പാക്ട് എയർ ക്വാളിറ്റി. imposes penalties for non-compliance with the emission standards and air quality norms. ആരെങ്കിലും ഈ സ്റ്റാൻഡേർഡ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നോംസിനെ ഡീവിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പിനലൈസ് ചെയ്യാം. ദെൻ എൻകറേജസ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് അവയർനെസ് ടു റെഡ്യൂസ് എയർ പൊല്യൂഷൻ. ഇനിയുള്ളതാണ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. It is a comprehensive legislation enacted by the Government of India to provide a framework for the protection and improvement of the environment. അപ്പോൾ എൻവയോൺമെൻറ്റിനെ ടോട്ടലായിട്ട് കൺസർവ് ചെയ്യുക, കോംപ്രിഹെൻസീവായിട്ട് കൺസർവ് ചെയ്യുക എന്നുള്ളതാണ്, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഒബ്ജക്റ്റീവ്സ്: ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡിംഗ് എയർ, വാട്ടർ, ലാൻഡ് ആൻഡ് ഫോറസ്റ്റ് ഫ്രം പൊല്യൂഷൻ ആൻഡ് ഡിഗ്രഡേഷൻ. To provide a framework for the central government to coordinate efforts for environmental protection. അപ്പോൾ എൻവയോൺമെൻറ്റൽ
പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് രാജ്യത്തിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് സ്റ്റേറ്റുകളെ കൺട്രോൾ ചെയ്യാനും സ്റ്റേറ്റ് വൈസ് ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ സാധിക്കും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺട്രോൾ ബോർഡ്സും ഒക്കെ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫ്രെയിം വർക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കുക. ഇതൊക്കെ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരും. ടു എൻകറേജ് പ്രാക്ടീസസ് ദാറ്റ് ബാലൻസ് എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ വിത്ത് ദ ഡെവലപ്മെൻറ്റൽ നീഡ്സ്. അപ്പോൾ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഏത് തരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ പ്രാക്ടീസ് ആണെങ്കിലും വി ഷുഡ് കൺസിഡർ ദ കൺസർവേഷൻ ഓഫ് എൻവയോൺമെൻറ്റ്. ടു സെറ്റ് സ്റ്റാൻഡേർഡ്സ് ഫോർ എമിഷൻസ്, ഡിസ്ചാർജസ് ആൻഡ് ദ ഹാൻഡ്ലിംഗ് ഓഫ് ഹസാർഡസ് സബ്സ്റ്റൻസസ്. ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എൻവയോൺമെൻറ്റിലേക്ക് വരാതെ നോക്കുക. അപ്പോൾ അതിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് എമിഷൻ സ്റ്റാൻഡേർഡ്സ് ഒക്കെ വെക്കുക. Functions: enables the government to regulate and control discharge of pollutants into the environment through setting standards for air, water and soil quality. It allows for the establishment of policies to prevent environmental degradation and they promote conservation practice. Then facilitate coordination between various government bodies and agencies responsible for environmental management. Impose the government to take action on hazardous substances including their handling, storage and disposal. Imposes penalties including fines and imprisonment for violation of environmental standards and regulations. ഇനി അടുത്തതാണ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ റൂൾസ് അമെൻമെൻറ്റ് 2022. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനെ ബേസ് ചെയ്തിട്ട്, ഡൈനാമിക്സിനെ ബേസ് ചെയ്തിട്ട്, സയൻറ്റിഫിക് റിസർച്ചിനെ ബേസ് ചെയ്തിട്ട് ഈ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്റ്റൊക്കെ അമെൻമെൻറ്റ് നടത്തിയിട്ടുണ്ട്, റിവൈസ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ഓഫ് അമെൻമെൻറ്റ്സ് മെയ്ഡ് ടു ദ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ടു സ്ട്രെങ്തൻ ആൻഡ് അപ്ഡേറ്റ് ദ ലീഗൽ ഫ്രെയിം വർക്ക് ഓഫ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മെയിനായിട്ടും വരുന്നത് ഇ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ റീസെൻ്റ് ആണ്. 1986 ഇ വേസ്റ്റ് ഒന്നും ഇത്രയും ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇ വേസ്റ്റിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെഗുലേഷൻസും പോളിസീസും ഒക്കെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് ഉണ്ടായിരിക്കണം. ദെൻ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് 1986 എത്രയാണോ നമ്മൾ പ്ലാസ്റ്റിക് എമിറ്റ് ചെയ്തത് അതിനേക്കാളും 1000 മടങ്ങായിരിക്കും ഇപ്പോൾ നമ്മൾ എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ചേഞ്ച്ഡ് ആയിട്ടുള്ള സെനാരിയോ ബേസ് ചെയ്തിട്ട് പുതിയ റൂൾസും പോളിസീസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എയർ ക്വാളിറ്റിയിലും, അതായത് എയർ പൊല്യൂഷൻ സ്റ്റാൻഡേർഡ്സിലും ഒക്കെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ റൂളിലും വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ കവറേജ് ഏരിയയിലും വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ലീഗൽ ആക്ഷൻസിലും കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസാണ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനിയുള്ളതാണ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002. ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബയോഡൈവേഴ്സിറ്റിയെ കൺസർവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് മെഗാ ഡൈവേഴ്സ് ആയിട്ടുള്ള നേഷനിൽ വരുന്നതാണ്. to conserve India's rich and diverse biological resources including ecosystems, species and genetic diversity, to ensure the sustainable utilization of biological resources for the benefit of present and future generation. അപ്പോൾ ഇപ്പോഴത്തെ ജനങ്ങൾക്കും ഇനി വരാൻ പോകുന്ന ജനറേഷൻസിനും ഈ ബയോളജിക്കൽ റിസോഴ്സസ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് ആ യൂട്ടിലൈസേഷനെ പ്രൊമോട്ട് ചെയ്യുക. To ensure that the benefits arising from the use of biological resources, including knowledge, are shared fairly with the local communities, especially indigenous one. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ഫോക്കസ് കൊടുത്തിരിക്കുന്നത് ഇൻഡിജീനസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീനെ കൺസർവ് ചെയ്യേണ്ടത്, പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അവരിലേക്ക് ബയോളജിക്കൽ റിസോഴ്സസിൻ്റെ യൂസ്, അതിൻ്റെ ബെനിഫിറ്റ്സ്, ആ നോളജൊക്കെ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക. To protect and regulate access to traditional knowledge related to biological resources. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷനുണ്ട് ബയോളജിക്കൽ റിസോഴ്സസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ ഇൻഫർമേഷനെ കൃത്യമായിട്ട് പ്രിസർവ് ചെയ്യുക എന്നുള്ളത് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ടിൻ്റെ ഹെഡിൽ വരും. ഫങ്ഷൻസ്: ദ ആക്ട് എസ്റ്റാബ്ലിഷ്ഡ് ദ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി. ഈ ആക്ട് വഴിയാണ് ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നത്. ദ ആക്ട് പ്രൊമോട്ട്സ് ദ ക്രിയേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ആൻഡ് കൺസർവേഷൻ എഫേർട്സ്. അപ്പോൾ അതിൻ്റെ വൾണറബിലിറ്റിയൊക്കെ ബേസ് ചെയ്തിട്ട് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്, ഹോട്ട്സ്പോട്ട്സ് ഇതിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക.
അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺസർവേഷൻ എഫേർട്സ് കൊടുക്കുക. എസ്റ്റാബ്ലിഷസ് സ്റ്റേറ്റ് ലെവൽ ആൻഡ് ലോക്കൽ ബയോഡൈവേഴ്സിറ്റി ബോർഡ്സ് ടു ഇംപ്ലിമെൻറ്റ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ അറ്റ് റീജിയണൽ ആൻഡ് ലോക്കൽ ലെവൽസ്. ഇപ്പോൾ റീജിയണൽ ലെവലിലായാലും ലോക്കൽ ലെവലിലായാലും ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ബോർഡ്സ് ബയോഡൈവേഴ്സിറ്റി ബോർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. എൻഷുവേഴ്സ് ഫെയർ ആൻഡ് equitable sharing of benefits derived from the use of biological resources, especially for the local communities who have conserved these resources. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇൻഡിജിനസ് കമ്മ്യൂണിറ്റിയാണ് ബയോഡൈവേഴ്സിറ്റിയുടെ റിസോഴ്സസിനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് ആ കമ്മ്യൂണിറ്റിയിലേക്ക് തന്നെ എത്തിക്കുക എന്നുള്ളതാണ്. ദെൻ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് 2010 ഇറ്റ് ഫോക്കസസ് ഓൺ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. ഇപ്പോൾ ജനറലായിട്ട് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ആക്റ്റാണ് ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് 2010 എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ടു പ്രൊവൈഡ് എ ഡെഡിക്കേറ്റഡ് ഫോറം ഫോർ ഫാസ്റ്റ് ട്രാക്കിംഗ് എൻവയോൺമെൻറ്റൽ കേസസ് ആൻഡ് ഡിസ്പ്യൂട്ട്സ് റിലേറ്റഡ് ടു എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. അതായത് എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേസസ്, എൻവയോൺമെൻറ്റൽ പൊല്യൂഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങൾ, ഇതിനെയെല്ലാം അഡ്രസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ കേസുകളെല്ലാം വരുന്നത് ഗ്രീൻ ട്രൈബ്യൂണലിലാണ്. അപ്പോൾ അതിനെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിൻ്റെ ഡിസ്പ്യൂട്ട്സ് മാറ്റണം. അപ്പം ഫാസ്റ്റായിട്ട് ആ കേസുകളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഡെവലപ്പ് ചെയ്യുക. ടു എൻഷുർ ബെറ്റർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ ലോസ് ആൻഡ് റെഗുലേഷൻസ് ത്രൂ ജുഡീഷ്യൽ ഇൻ്റർവെൻഷൻ. ഇപ്പോൾ എൻവയോൺമെൻറ്റൽ ലോസ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റഡ് ആകണമെങ്കിൽ പീനലൈസ് ചെയ്യണം ഒഫൻസസ് കാണിക്കുന്ന ആൾക്കാരെ, ഏജൻസീസിനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ജുഡീഷ്യൽ ഇൻ്റർവെൻഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ടു പ്രൊവൈഡ് ജസ്റ്റിസ് ആൻഡ് റെമഡി ഫോർ ദോസ് അഫക്റ്റഡ് ബൈ എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ, എൻഷുറിങ് ബെറ്റർ പബ്ലിക് ഹെൽത്ത് ഔട്ട്കംസ്. Then to ensure that the citizens have access to a specialized body for resolving environmental issues without long delays and minimal cost. അപ്പോൾ എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജൻസി ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ടാണ് ഗ്രീൻ ട്രൈബ്യൂണൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ദ ട്രൈബ്യൂണൽ മേക്സ് ജഡ്ജ്മെൻറ്റ്സ് ഓൺ കേസസ് റിലേറ്റഡ് ടു എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ദ ട്രൈബ്യൂണൽ ഹാസ് ദ അതോറിറ്റി ടു ഇഷ്യൂ ഡയറക്ഷൻസ് ഫോർ ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ ലോസ് സച്ച് ആസ് for stopping illegal activities causing harm to the environment. It addresses issues related to the granting of compensation and relief to victims of environmental damage or പൊല്യൂഷൻ. ഇപ്പോൾ എൻവയോൺമെൻറ്റൽ ഡാമേജ്, പൊല്യൂഷൻ, അതിൻ്റെ വിക്ടിംസിന് കൃത്യമായിട്ടുള്ള കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കുന്നത് ഗ്രീൻ ട്രൈബ്യൂണലാണ്. ദ ഗ്രീൻ ട്രൈബ്യൂണൽ എൻകറേജസ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഇൻ എൻവയോൺമെൻറ്റൽ മാറ്റേഴ്സ്, ഫോസ്റ്ററിങ് അവയർനെസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. അപ്പോൾ ഇതെല്ലാം നടക്കണമെങ്കിൽ പബ്ലിക്കിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സും ഗ്രീൻ ട്രൈബ്യൂണൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ നാഷണൽ ലെവലിലുള്ള ലോസ്, റെഗുലേഷൻസിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്.